വീട്ടിൽ ചുമ്മാ ഇരുന്നപ്പോൾ വെറുതെ സ്ക്രാപ്പൊക്കെ എടുത്ത് നോക്കിയതാണ്. കുറച്ച് സാധനങ്ങൾ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്കൊരു കാർ ഉണ്ടാക്കിയാലോ, റിമോട്ട് കൺട്രോൾ കാറ് എന്ന് തോന്നി. അപ്പോൾ ഞാൻ ഒരു റിമോട്ട് കൺട്രോൾ കാറ് ജസ്റ്റ് കുപ്പി വെച്ച് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഈ സോഡയുടെ ഒരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയാണ് എടുത്തതാണത്. നമുക്കത് വെച്ച് കാർ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കാം. നമുക്ക് ഈ ബോർഡ് വെച്ച് നോക്കാം. ചിലപ്പോൾ വർക്ക് ചെയ്യുമായിരിക്കും. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആ ബോർഡിന് സ്യൂട്ടാവുന്ന റിമോട്ട് ഇതാണ്. അപ്പോൾ ഈ റിമോട്ട് വെച്ച് നമുക്ക് ചെയ്യാം. ഈ ബോർഡിൽ നമുക്ക് ഈ LED മാറ്റിയിട്ട് കുറച്ചും കൂടി വോൾട്ട് കുറഞ്ഞ LED കയറ്റാം. അപ്പോൾ കുറച്ചും കൂടി ചാർജ് ലാസ്റ്റ് ചെയ്യും. നമുക്ക് നോക്കാം. ബാറ്ററിയിൽ നിന്നുള്ള കണക്ഷൻ കൊടുക്കാൻ ഇത് മതിയാവും. ഇതും ഓൺ ഓഫ് സ്വിച്ചും ഉണ്ട്. അപ്പോൾ നമുക്ക് സോൾഡറിങ് ചെയ്യാൻ സുഖമായിരിക്കും. അപ്പോൾ ഇത് മതിയാവും. ടയർ നമുക്ക് ഇതെടുക്കാം. ഇതിൻ്റെ തന്നെ ചോപ്പ് എൻ്റെ കയ്യിൽ സ്പെയർ ഇരിപ്പുണ്ട്. നമുക്കത് യൂസ് ചെയ്യാം. അങ്ങനത്തെ 4 ഇരിപ്പുണ്ട്. ഇതിൽ കുഴപ്പമില്ല. ബോർഡിലേക്കുള്ള പവർ സപ്ലൈ ഇത് മതിയാവുമായിരിക്കും. 4.8 വോൾട്ട് മതിയാവും. 2000 mAh ഉണ്ട്. മതിയാവും. 10-15 മിനിറ്റ് ഓടിക്കാനുള്ള ചാർജ് ഇതിനുണ്ടാവും. അതിൽ മോട്ടർ നമുക്ക് DC മോട്ടർ യൂസ് ചെയ്യാം. കുറച്ച് പവർ കുറവായിരിക്കുള്ളൂ. ബാക്ക് സൈഡിൽ നമുക്ക് ഇത് വെച്ച് ഒരു മോട്ടർ ഇവിടെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇത് കണക്ട് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ടിൽ നമുക്ക് ഇത് കൊടുക്കാം. ഇതാകുമ്പോൾ ലെഫ്റ്റും റൈറ്റും ഒക്കെ തിരിയും. അപ്പോൾ ഞാൻ കുപ്പി കട്ട് ചെയ്തിട്ടുണ്ട്. കുപ്പി ഞാൻ മേൽവശം ഇങ്ങനെയും അടിയിൽ 2 ഹോള്, അത് ടയർ ഇറക്കി വെക്കാവുന്ന രീതിയിലാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ജസ്റ്റ് ഞാൻ വെച്ച് കാണിച്ചു തരാം. ജസ്റ്റ് ഇങ്ങനെ ഇരിക്കും. നമ്മൾ വെച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇതേപോലെ ഇരിക്കും. അതിൽ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഫ്രണ്ടിൽ നിന്നാണ് തിരിയുന്നത്. ഫോർവേഡ് ബാക്ക്വേഡ് ഇതിൽ നിന്നാണ് പോകുന്നത്. ഇതിലായിരിക്കും മെയിൻ സപ്ലൈ വരുന്നത്. ഇത് ഫ്രണ്ട് ലെഫ്റ്റും റൈറ്റും തിരിക്കാനുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. പാരാമീറ്റേഴ്സ് നമുക്ക് ഉള്ളിൽ കൂടി എടുക്കാം. ആദ്യം ഇത് ഗ്ലൂ ചെയ്യണം. ഞാൻ ഗ്ലൂ ചെയ്തതിന് ശേഷം ബോർഡെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഇനി ഞാൻ കാണിച്ചു തരാം. ഏകദേശം ഗ്ലൂ ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കും. 2 ടയർ ഞാൻ നീല പറഞ്ഞില്ലേ, നീല കളറുള്ള 2 ടയർ എടുത്തു. പിന്നെ ഫ്രണ്ട് ലെഫ്റ്റും റൈറ്റും തിരിയാനുള്ളത് ഉണ്ടോ, ലെഫ്റ്റും റൈറ്റും തിരിയാനുള്ളത്. ബാക്കിൽ നിന്നാണ് ഡ്രൈവ് വരുന്നത്. ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടും പോകാനുള്ളത്. ബോർഡ് ഞാൻ ഇവിടെ ആയിട്ടാണ് ഫിറ്റ് ചെയ്തത്. വേറെ സ്ഥലം ജസ്റ്റ് മേളിൽ വരാൻ വേണ്ടി ആൻറ്റിന ഞാൻ ഒരു കെട്ടുകമ്പി പോലത്തെ ഒരു കമ്പി എടുത്തിട്ട് ആൻറ്റിന ആയിട്ട് യൂസ് ചെയ്യണത്. പിന്നെ കോഡ് വയർ ഇവിടെ കണക്ട് ചെയ്തു. ഓൺ ഓഫ് സ്വിച്ച് ഇവിടെ കൊടുത്തു. ഈ സൈഡിലായിട്ട് കൊടുത്തു ഓൺ ഓഫ് സ്വിച്ച്. പിന്നെ നമുക്കിതിൽ ബാറ്ററി കണക്ട് ചെയ്ത് നോക്കാം. ബാറ്ററി ഇതാണ് 4.8 ഒരു ചുമ്മാ ജസ്റ്റ് ഒരു ഇത് ഓണാക്കി. ഞാൻ ലൈറ്റ് മാറ്റിയായിരുന്നു കേട്ടോ. മറ്റേ ബോർഡിലുള്ള ലൈറ്റ് മാറ്റി വേറെ കുറഞ്ഞൊരു വോൾട്ടിൻ്റെ ഒരു നീല ബൾബാണ് ഇട്ട് കൊടുക്കുന്നത്. ജസ്റ്റ് ഓൺ ഓഫ് ആണോ എന്നറിയാൻ വേണ്ടിയുള്ള ഒരു ഇത്. ബോർഡ് ഞാൻ ഇത് തന്നെ യൂസ് ചെയ്യുന്നു. ബോർഡ് ഇതാണ് വരുന്നത്. ബോർഡ് ജസ്റ്റ് ഓണാക്കി നോക്കാം. ഫ്രണ്ടും ബാക്കും പോകുന്നുണ്ട്. ലെഫ്റ്റ് നോക്കട്ടെ, ലെഫ്റ്റും റൈറ്റും ഉണ്ട്. നമുക്ക് ചുമ്മാ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. ഫ്രണ്ട് പോകുന്നുണ്ട്, ബാക്ക് വരുന്നുണ്ട്. ഓക്കെയാണ്. ഫ്രണ്ട് ഓക്കെ. ഇനി ലെഫ്റ്റ് റൈറ്റ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫ്രണ്ട്